ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ള ഹൈഡ്രജൻ ബോംബ് എന്താണെന്ന ആകാംക്ഷയിലാണ് രാജ്യമാകെയുള്ളത്. അത് വാരണാസിയിലെ നരേന്ദ്രമോദിയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇതന്നെയാണ്. പ്രത്യേകിച്ച് വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ വിജയം വോട്ട് മോഷണത്തിലൂടെയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വിജയം കൃത്രിമമായ മാർഗത്തിലൂടെയാണെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായി ആണ് യഥാർത്ഥ വിജയ് എന്നാണ് ഉത്തർപ്രദേശ് PCC പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആദ്യ നിമിഷങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതായത് ഉത്തർപ്രദേശിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമായിരുന്നു ലീഡ് ചെയ്തത്. വാരണാസിയിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വാരണാസി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായി വലിയ കുതിപ്പാണ് നടത്തിയത്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം 11 മണി വരെ അജയ് റായിയുടെ കുതിപ്പായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് കുറച്ചു നേരം വാരണാസിയിൽ നിന്നുള്ള അപ്ഡേഷനുകളൊന്നും വന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലും വാരണാസി മണ്ഡലത്തിലെ അപ്ഡേഷനുകളൊന്നും വന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒടുവിൽ നരേന്ദ്രമോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വാരണാസി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു എന്ന അന്തിമ ഫലമാണ് പുറത്തു വന്നത്. വാരണാസി മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചത് കൃത്രിമം നടത്തിയാണെന്ന് അന്ന് തന്നെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജ്യത്തെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടും വോട്ടർ പട്ടികയിലെ കൃത്രിമവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കൃത്രിമ വിജയവുമായി ബന്ധപ്പെട്ടുമെല്ലാം തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തി. അതിനുശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂ. ആ ഹൈഡ്രജൻ ബോംബ് വാരണാസി മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് വ്യാജ ജനവിധിയിലൂടെയാണെന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണത്തിന് മറുപടി പറയാൻ ഇതുവരെ BJPക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയോ അമിത്ഷയോ JP നദ്ദയോ എന്തിന് BJPയുടെ ഒരു സാധാരണക്കാരായ നേതാവ് പോലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. കൃത്യമായ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ജനങ്ങളോട് സംവദിച്ചത്. കൃത്യമായി എങ്ങനെയാണ് വ്യാജ വോട്ടുകൾ ചേർത്തത്, എങ്ങനെയാണ് കോൺഗ്രസ് അനുകൂല വോട്ടുകൾ ഇല്ലാതാക്കിയത്, എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമ വോട്ടുകൾ കൂട്ടിച്ചേർത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധി കൃത്യമായി ജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഒന്നാമത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ മഹാരാഷ്ട്രയിലെയും അതോടൊപ്പം തന്നെ കർണാടകയിലെയും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാൻ BJP നേതൃത്വം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് നിഷേധിക്കാനുള്ള ത്രാണിയോ നട്ടല്ലോ അവർക്കില്ലാതെ പോയി. ഉളുപ്പുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ മറുപടി പറയണം. പ്രാദേശികമായി നമ്മുടെ നാട്ടിലെല്ലാം ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉളുപ്പില്ലാത്തവന്റെ ആസനത്തിൽ ഒരു ആൽമുളച്ചാൽ അതൊരു തണലെന്ന്. അതേ രൂപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയും വോട്ട് മോഷണം നടത്തിയും അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കം നൽകുന്നത്. ആ ഒരു പ്രക്ഷോഭത്തിന്റെ ചൂടേറ്റ കേന്ദ്ര സർക്കാർ വീഴുമോ, നരേന്ദ്രമോദിക്ക് തന്റെ പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വരുമോ, അതോ വാരണാസിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ വിജയം കോടതി അസാധുവാക്കുമെല്ലാം എന്ന് നമുക്ക് കണ്ടറിയാം.